ബാബിലോൺ രാജാവായ ദാര്യാവേശ് യെരുശലേമിനെ ആക്രമിച്ച് നഗരം കൊള്ളയിടുകയും ചിലരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. അതിൽ രാജവംശത്തിൽപ്പെട്ട 4 യുവാക്കളുണ്ടായിരുന്നു: ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ. അങ്ങനെ തങ്ങളുടെ സ്വന്തം നഗരമായ യെരുശലേം വിട്ട് ബാബിലോണിലേക്ക് അവർ എത്തിച്ചേർന്നു. ഒരുപാട് വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകേണ്ടി വന്നെങ്കിലും ദൈവത്തിന് ആ ചെറുപ്പക്കാരോട് കരുണ തോന്നി. ആ 4 പേരിൽ ഏറ്റവും ഉത്കൃഷ്ടനായവനായിരുന്നു ദാനിയേൽ. ദാനിയേൽ തന്റെ ജീവിതത്തിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തിയ സംഭവമാണ് 11ാം ക്ലാസ്സിലെ കുട്ടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്: അടയ്ക്കപ്പെട്ട വായും തുറക്കപ്പെട്ട ജീവനും. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാര്യാവേശിന് ഇഷ്ടം തോന്നി. ഈ 3 ദാനിയേൽ ഒരുവനായിരുന്നു. അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതികളുമായുള്ളവരെ, കൽപ്പിച്ചാലും പ്രഭു. ദാനിയേലിന്റെ പ്രവൃത്തികൾ ഞാൻ കണ്ടിരിക്കുന്നു. അവനെ ഉത്കൃഷ്ട മാനസനായ ഒരുവനായി കാണുന്നു. അവനെ സർവ്വരാജ്യത്തിന്റെയും അധിപതിയാക്കുവാൻ ഞാൻ വിചാരിച്ചിരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയാം. ഇല്ല പ്രഭു, താങ്കളുടെ തീരുമാനത്തിൽ ഞങ്ങളും സന്തോഷിക്കുന്നു. മറ്റൊരു രാജ്യത്തിൽ നിന്ന് വന്നവൻ നമ്മുടെ അധികാരിയാകാനോ? ഒരിക്കലും സമ്മതിക്കരുത്. എന്തുകൊണ്ട് നമ്മളിൽ ഒരാളെ അധിപതിയാക്കാൻ കഴിയുന്നില്ല? എന്തെങ്കിലും വഴി കണ്ടെത്തിയേ മതിയാകൂ. അവന് വിരോധമായി കുറ്റം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനും ദിവസവും 3 പ്രാവശ്യം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനുമാണ്. അവന്റെ പ്രമാണത്തിന് വിരോധമായി ഒരു തെറ്റും അവൻ ചെയ്യില്ല. പ്രമാണത്തിന് വിരോധമായി ഒന്നും ചെയ്യേണ്ട. അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളത് മതി. മനസ്സിലായില്ല. എല്ലാം മനസ്സിലാക്കി തരാം. എൻ്റെ കൂടെ വരൂ. രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. വന്നാലും അധിപതിയെ, എന്താ പ്രത്യേകിച്ച്? രാജാവേ, അങ്ങേപ്പോലെ പ്രൗഢിയും പ്രതാപവുമുള്ള മറ്റൊരു രാജാവുണ്ടോ? ഇല്ല, അത്രയും ശ്രേഷ്ഠനല്ലേ നമ്മുടെ രാജാവ്. കാര്യമുണർത്തിച്ചാലും. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായൊരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടിയാലോചിച്ചിരിക്കുന്നു. ആകയാൽ രാജാവേ, മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം ആ വിരോധ കൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ. അതേ പ്രഭു, രേഖ എഴുതിച്ചാലും. അങ്ങനെ ദാര്യാവേശ് രാജാവ് രേഖയും വിരോധ കൽപ്പനയും എഴുതിച്ചു. രേഖ എഴുതിയിരിക്കുന്നെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. നോക്കിയാട്ടെ, നമ്മുടെ തന്ത്രം ഫലിച്ചു. ദാനിയേലിന്റെ കഥ കഴിഞ്ഞു. വരൂ, തിരുമേനിയെ കാണാൻ സമയമായി. രാജാവ് നീണാൾ വാഴട്ടെ. സ്ഥാനാപതികളോ, വരൂ. അങ്ങയോട് ചിലത് അറിയിക്കാനുണ്ടായിരുന്നു. എന്താണത്? പറയൂ. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്ന ഏതു മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിച്ചിട്ടില്ലയോ? മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമം അനുസരിച്ച് ആ കാര്യം ഉറപ്പു തന്നെ. രാജാവേ, യഹൂദ പ്രവാസികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയാകട്ടെ തിരുമനസ്സുകൊണ്ട് എഴുതിച്ച വിരോധ കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നു. ദാനിയേലോ? ദാനിയേൽ നമ്മിൽ ഒരുവനല്ലല്ലോ, അത് കാര്യമാക്കണ്ട. രാജാവേ, രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധ കൽപ്പനയോ നിയമമോ മാറ്റിക്കൂടാ എന്നിങ്ങനെയാകുന്നു മേദ്യരുടെയും പാഴ്സികളുടെയും നിയമമെന്ന് ബോധ്യമായിരിക്കണം.
എന്നാൽ നിയമം പോലെ ആകട്ടെ. അങ്ങനെ ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. അന്ന് രാത്രി രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഉറക്കം അവനെ വിട്ടുപോയി. രാജാവ് അതികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികെ ചെന്നു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? രാജാവ് ദീർഘായുസായിരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, തിരുമുമ്പിലും ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല. ആരവിടെ? ദാനിയേലിനെ വേഗം കുഴിയിൽ നിന്ന് കയറ്റു. ദാനിയേൽ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയില്ല. ആരവിടെ? ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെയും അവരുടെ മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയുക. കുറ്റം ചുമത്തിയവരെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവർ ഗുഹയുടെ അടിയിലെത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ച് അവരുടെ അസ്ഥികളൊക്കെയും തകർത്തു കളഞ്ഞു. അന്ന് ദാര്യാവേശ് രാജാവ് സർവ്വഭൂമിയിലും വസിക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും ഇപ്രകാരം എഴുതി: നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. ഇപ്രകാരം ദാനിയേലിന്റെ ജീവിതം ശുഭപ്പെട്ടിരുന്നു. ദൈവമക്കളെ, ഒരു ദാനിയേൽ തന്റെ ജീവനെ കൂട്ടാക്കാതെ മരണമായിരുന്നാലും ദൈവത്തെ മുറുകെ പിടിച്ചപ്പോൾ സർവ്വഭൂമിയിലും സകല വംശങ്ങൾക്കുമിടയിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയായെങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തെ മാത്രം സേവിക്കുമെന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ സ്കൂളുകളിൽ, കോളേജുകളിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ, ദേശങ്ങളിൽ ദൈവത്തെ ഉയർത്തുവാൻ കഴിയും. മരണത്തിനു മുന്നിലും സത്യദൈവമായ യേശുവിനെ ഉയർത്തുന്നതാകട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം.